എന്നടാ ഈ ചെറിയ പെട്ടി മേടിച്ചേ? ആന ചവിട്ടിയതല്ലേ, ഇത് മതി. എടാ അവൻ എന്നോട് പൊക്കോണ്ടാ. എന്റെ അച്ചായ, ആന ചവിട്ടി കൊന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടല്ല പെട്ടി വാങ്ങുന്നത്. എന്തായാലും കുറുക്കനും ചെന്നായും തിന്നതിന്റെ ബാക്കി കുറച്ച് എല്ലും കഷ്ണങ്ങൾ ഉണ്ടാവും. അതിന് ഈ പെട്ടിനെ ജാസ്തിയാ. ചത്തിട്ടില്ല. നമ്മുടെ പാപ്പച്ചി ചത്തിട്ടില്ല. ചേപ്പാട്ടൂര് കയറിയ ആഫീസർ പാപ്പച്ചിയെ കണ്ടു. മാഷ് വേണ്ടെല്ലാം പറഞ്ഞേ നടന്നു നടന്നു. അച്ചായ, പെട്ടിയുടെ കാശ് അത് നിന്റെ അപ്പം തരും. ഭാഗ്യം തന്നെ, വെടിക്കാനും തൊമ്മി ഉന്നം വെച്ച കാഞ്ചി വലിക്കാതിരിക്കില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതും ഇതും പറഞ്ഞ് സാറിനെ ആദ്യം പിടിപ്പിക്കല്ലേ. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. പാപ്പച്ചി ചത്തറില്ല എന്നല്ല പറയുന്നേ, അവ അങ്ങോട്ട് വരട്ടെ. ഓൻ വരുന്ന ശിവൻ സാർ പരിപാടി കിടക്കുന്ന മാഷ് പറയണേ. എന്തിനും ഒരു ന്യായഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാ വല്യമ്മാമ പറയട്ടെ. അതെ, എനിക്ക് പാപ്പച്ചിയോട് ഒരു 25,000 രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പേരില് ഇവിടെ കൃഷി ഓഫീസറായിട്ട് വന്ന ഒരു സ്ത്രീയെ തെക്കിനി മച്ച് താമസിപ്പിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രത്തോളം കടബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അവരങ്ങ് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമോ താമസിപ്പിക്കുന്ന കാര്യമോ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരോടൊക്കെ സമ്മതം വാങ്ങിയെന്നാ പാപ്പച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളറുള്ള കാര്യമൊന്നും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? പാപ്പച്ചി ഇദ്ദേഹത്തോട് മേടിച്ച കാശ് കൊടുക്കുന്നത് വരെ ശിവൻ സാർ തെക്കിനി താമസിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ പാപ്പച്ചി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുക. അതല്ലേ അതിന്റെ ഒരു ന്യായം. എന്റെ മരുമോൻ കാണിച്ച പോക്കൃത്തരം കൊണ്ട് ഒരാൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അതിപ്പോ നിന്നിപ്പോ 3000 രൂപയൊക്കെ എടുക്കാന്ന് പറഞ്ഞാ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയല്ല. വല്യമാമേ, ശിവൻ സാർ ഇവിടെ താമസിക്കട്ടെ. അതുകൊണ്ട് വല്യമാമിക്ക് ഒരു ദോഷം ഉണ്ടാവൂല. ഞാനാ പറയണേ. സാർ മേളിലേക്കല്ലേ വന്നാട്ടെ. ചെല്ലേ. എന്താ വല്യമാമ ഇത്? അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാൾ നിറപറയാൻ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ? കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏതു വഴിക്കും കൊടുത്തേ പറ്റൂ കുട്ടികളെ. വല്യമാമ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക. ചോദിക്കാനും പറയാനും ആളില്ലാത്ത 3 പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം. കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചോറിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. ഇറങ്ങാം. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതിന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാ വരുന്നത്. എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകി എന്നൊക്കെ വിളിക്കുന്നത്. തന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്ന വികാരം ഉണ്ടല്ലോ. 3 പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല, പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ. ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത്. പൊയ്ക്കോളാം. പക്ഷെ അതിന് പണ്ടം വെച്ച് കടം വീട്ടാനും നിൽക്കണ്ട. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞവൻ തന്നെ. മാപ്പാക്കണം. ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം. സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം. ആ പെൺകുട്ടികളോട് ഇത്ര ചൂടാവുണ്ടായിരുന്നു. അല്ല, ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു. വല്ല കാട്ടാനയുടെയും ചവിട്ടും കൊണ്ട്. പേടിക്കണ്ട, ഞാനിത് അവരോടൊന്നും പറയില്ല. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും. അതെ, ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ. അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ഇരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് പറഞ്ഞ അല്ല, എങ്ങടാ ഈ മോന്തിക്ക്? ശങ്കരേട്ടന്റെ പിടിയിലേക്ക്. ഊണ് അവിടെ പറഞ്ഞിരിക്കണേ. വെളിച്ചം എന്തെങ്കിലും എടുത്തോ. ഇഴജന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ. ഇനി ഭയപ്പെടാറൊന്നുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫല ഇത്. വാ ചേട്ടാ, കഴിക്കാം. ചേട്ടന് ഇഷ്ടമുള്ള കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ട്. നമസ്കാരം. ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ പരമസുഖമല്ലേ. അങ്ങനെ തന്നെ വേണം. ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ. ഇങ്ങനെയാണോ നന്ദി പറയുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞത്? ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചു. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? പുറത്തൊന്ന് കുറ്റിയിട്ടെന്നോ? അറിയാതെ പറ്റിപ്പോയതാ. കുറ്റി അടിച്ചളക്കായിരുന്നില്ല. വാതിലിന്റെ കുറ്റി അടിക്കരുത്, അടിക്കരുത്. ഞാൻ സത്യം പറയാം. അതെ, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു.
തങ്കപ്പ അവരെ തങ്കപ്പ തങ്കപ്പ ചേട്ടാ 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 പിന്നെ തുടങ്ങിയല്ലേ ടീച്ചർ. അയ്യോ ദേ മൂപ്പരെ, പിന്നെ മച്ചിമ മുറി താമസിക്കാനേ ഞങ്ങളെ സമ്മതിച്ചിട്ടുള്ളൂ. ഇവിടെ തല കുത്തി വീഴാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണോ ഗിരിജ തമാശ പറയുന്നത്? ആപത്ത് പറ്റിയത് ഞങ്ങൾക്കല്ലേ. ഇന്ന് ഉച്ച തിരിഞ്ഞത് മുതൽ ഞങ്ങളുടെ കഷ്ടാലം തുടങ്ങി. ഇവിടെ കാല് കുത്തിയപ്പോ തുടങ്ങി എന്റെ ഗ്രഹപ്പഴ. എങ്കിൽ പിന്നെ ഈ ഗ്രഹപ്പിഴയുടെ സ്ഥലത്ത് എന്തിനാ കെട്ടിപ്പിടിച്ച് കിടക്കണേ? പോയിക്കൂടെ? ഗിരിജേ, ആ വിളക്കൊന്ന് കാണിച്ചു കൊടുക്ക്. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ സർക്കസ് കാണിച്ചാലേ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കോണിപ്പടിയാ. ഡേ, ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ പടി പഴയ തടിയല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ച നമ്മുടെ തടി അധികം ബലം കൊടുക്കണ്ട. ഇതാണ് ഗിരിജയുടെ പ്രകൃതം. സംസാരത്തിന് ഒരിക്കലും ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല. സാറ് ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഏയ്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടാ. ഞാൻ പണ്ട് നാട്ടിൽ പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജില് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നല്ല മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ അതേ പ്രകൃത ഈ ഗിരിജയ്ക്കും. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയിൽ. ഒരു എക്സ്കർഷനിടയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി ചുഴിയിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു. ആ മായയുടെ അതേ നോട്ടവും വർത്താനവും ഒക്കെ ഈ ഗിരിജയ്ക്കും. ആ മായ പോലെ തന്നെ ഒരു ദുഃഖ കഥാപാത്ര ഗിരിജയും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യം വലിയ കഷ്ട. സാറിനറിയോ, ആ കുട്ടി ചേപ്പാട്ടൂർ ഇല്ലത്തെ അല്ല. പിന്നെ ഗിരിജയുടെ അമ്മ ഇല്ലത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു. തമ്പുരാട്ടിമാരുടെ അച്ഛനുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ചങ്ങാതി തെക്ക് നിന്ന് വന്ന ഒരു നക്സലൈറ്റുകാരൻ സാറ് താമസിക്കുന്ന ഈ മുറിയിൽ ഒളിച്ചു താമസിച്ചിരുന്നു. മൂപ്പർക്ക് ആഹാരം ഈ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് ആയമ്മയായിരുന്നു. ആ പോക്കുവരവിൽ അയാളുമായിട്ട് ആയമ്മ അടുത്തു. ആ ബന്ധത്തിലുണ്ടായതാണ് ഈ ഗിരിജ. ഗിരിജ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വയനാട്ടിൽ എവിടെയോ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ അച്ഛനും മരിച്ചു. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് പിന്നെ ഇവിടെ ഉള്ളവരായി എല്ലാം. ആ, എന്നാ സാറ് കിടന്നോ, നാളെ കാണാം. സാറേ, ഏത് പടിയാ ഒടിഞ്ഞിരിക്കണേ? അതിപ്പോ എങ്ങനെയാ പറയുന്ന അപ്പുക്കുട്ട? വീണാലല്ലേ പറയാൻ പറ്റൂ. അയ്യോ, വേണ്ട, റിസ്ക് എടുക്കണ്ട സ്വാമിയേ. എത്രാമത്തെ പടിയുന്നാ? ഒടിഞ്ഞത് പടിയല്ല, എന്റെ നടുവാ. എന്റെ ഈശ്വര, ഇവർ രണ്ടുപേരും കൂടി ഈ ഇല്ലടിച്ച് നിരത്തും. വീഴുന്നവരെ മാറി, വീഴാത്തവർക്കൊരു അവസരം കൊടുക്കണേ. കുറച്ച് പോക്ക് തട്ട്. വലതുകാലിൽ വെച്ച് കയറിയപ്പോഴേ ചവിട്ടിയ പടി തകർന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാമാണോ തകരാൻ പോണത്? തലമണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഇന്നലെ വീണപ്പോ എന്റെ തലമണ്ട തകർന്നു എന്ന് പറയായിരുന്നു. അത് സാരമില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നമ്മുടെതാണെങ്കിൽ കുറച്ച് കളിമണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായത് എല്ലാവരും ചോപ്പും അരിവാളും ചുറ്റിയൊക്കെ ആയിട്ട് വല്ല പ്രകടനവും മറ്റോ ഉണ്ടോ? പ്രകടനമുണ്ട്. ഇപ്പോഴല്ല, വൈകിട്ട്. തലകുത്തി മറിച്ചില്, ഒറ്റക്കാല നിപ്പ്. വൈകിട്ട് വന്നാ കാണാം. ടിക്കറ്റ് സൗജന്യ. ദേ നിൽക്കണു അഭ്യാസി. ഓ പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ അഭ്യാസങ്ങൾക്ക് വലിയ മാർക്കറ്റിലെന്നാ കേൾക്കുന്നത്. ഈ സർക്കസുകാരുടെ പോസ്റ്റർ കാണാറില്ലേ? പ്രകടനം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ചിമ്പൻസികളും സിംഹവാലിനും ഒക്കെ. ഇനിയിപ്പോ ഏതായാലും അതിനൊരു കുറവും ഉണ്ടാവില്ല. സോറി കേട്ടോ. പെണ്ണുങ്ങളുടെ മേലെയാണ് വീഴുന്നത്. അതിനല്ലേ സോറി പറഞ്ഞത്? സോറി. സോപ്പ്, ബ്രഷ്.
എടുത്തി സിനിമയിലൊക്കെ നായകൻ നായകൻ പ്രേമിച്ചു തുടങ്ങുന്നതേ ഇങ്ങനെ മേലെ വീണിട്ടാ. ഏടത്തേക്ക് ഇപ്പൊ അയാളുടെ വല്ല പ്രേമം തോന്നി തുടങ്ങി. പോടി അവളുടെ ഒരു തമ്പുരാട്ടി ഇനി ഇത് നന്നാക്കാൻ ആശാരിനെ വിളിക്കുന്ന നല്ലത്. പാവം ആ കുട്ടിയുടെ നടുവൊടിഞ്ഞ. ഓ അപ്പൊ എന്റെ നടുവൊടിഞ്ഞ തനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല സാറിന്റെ നടുവും അതേപോലെ ദാ ആ ചാല് കിടന്ന് അപ്പുറത്താണ് കുളം. ആ എന്നാ ഞാൻ പുറപ്പെടാ സാറേ. ഓ ശരി. അയ്യേ എന്താ ഇത്? ഞാൻ വീണതാ. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കട മാത്രമേ കണ്ടുള്ളൂ? പെണ്ണുങ്ങളുടെ കടവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണുപോയി. നിങ്ങൾ ഇവിടെ കൃഷി ഓഫീസറാൻ വന്നതോ അതോ വീഴാൻ വന്നതോ? അയ്യോ ചത്തുപോയോ? ആവൂ. എന്താ നോക്കുന്ന? എന്റെ മേലെ അയാൾ വന്ന് വീണതിനെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ആ ഗിരിജയുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പ്രേമം തോന്നുന്നുണ്ടോന്ന്? പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ? എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. നീ പൊയ്ക്കോ. കറണ്ടില്ലേ? ഓ ഒരു കത്തി തരൂ. ആ കത്തി ഒന്ന് മേടിച്ചു തരാൻ. പേടിക്കണ്ട, വെട്ടാനും കുത്താനും ഒന്നും അല്ല. മോളിലത്തെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു തന്നാക്കാനാ. കറണ്ട് ഇല്ല, പിന്നെന്തിനാ സ്വിച്ച് ബോർഡ് ഒന്നാക്കുന്നത്? ഓ നിങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ കറണ്ട് പോയപ്പോ വരത്തില്ല. ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും. മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ വീട്ടിലെ ഫ്യൂസ് ഒരുക്കൊണ്ട് പോയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇവിടുത്തെ വയറിംഗ് മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുമെന്ന് അവർക്ക് വാശി. അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി. ദേ വെറുതെ കത്തിയും വാളൊക്കെ കൊണ്ടുപോയിട്ട് വിഡിതം കാണിക്കല്ലേ. കത്തി കുറങ്ങച്ചൻ. അണ്ണ എന്നോട് ചോദിച്ചേ ടോമി ആയിട്ട് എന്താണെന്ന്. എന്നിട്ട് ഒന്ന് വെറുതെ. ഇത് തൂത്തുവാരാനും വെള്ളം കോരി വെക്കാനും ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. ഓ ഇന്നത്തേക്ക് എത്രയും മതി, കുട്ടി പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിക്കാത്ത അമ്മമാര് ഇവിടെ ഒരുപാടുണ്ടെന്ന്. ഓഫീസിലെ തൂപ്പ് ജോലി കൂടി കൊടുത്തപ്പോ ടോമിയുടെ മോഹം കുറച്ചുകൂടെ എളുപ്പമായി. അയ്യോ സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. താളുവിനെ ഞാൻ നശിപ്പിക്കില്ല. കല്യാണം കഴിക്കും. ആദ്യം എൻ്റെ അമ്മയും പെങ്ങളെയും കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം. സാറിന് എന്നെ വിശ്വസിക്കാം. എൻ്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ താളുവിനെ കെട്ടും. എങ്കിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലെ പാർട്ട് ടൈം സ്വീപ്പറുടെ ജോലി ടോമിയുടെ താളുവിന് ഉറപ്പിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ വന്ന ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കി SI അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് ആ SIയോട് പറഞ്ഞേക്ക്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കിഷോറെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡിനെ വിളിക്കാവൂന്ന്. പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അതെങ്ങനാ നിങ്ങളുടെ അതേ സ്വഭാവം അവനും കിട്ടിയിരിക്കുന്നത്. സോപ്പ്, ചീർപ്പ്, കണ്ണാടി, കരിവള, തരിവള, കുപ്പിവള, വളകൾ, മാലകൾ, സോപ്പ്, ചീർപ്പ്, ആ മധുര 17ന്റെ മണിമുറ്റത്ത് പടച്ച തമ്പുരാന്, മനുഷ്യന്മാരെ ഹാല് ഇത്രേ ഉള്ളൂ. അല്ല ഓമനെ, നീ പറഞ്ഞ മറ്റേ കരിമണിമാല ഉണ്ട്, വേണോ? തന്റെ മണി ഇങ്ങനെയൊന്നും വേണ്ട, പോടാ അവിടുന്ന്. വലിയ ദേഷ്യക്കാരനാ. ഇപ്പൊ പൊയ്ക്കോ, ഞാൻ പിന്നെ അല്ല വായിക്കാം. ഓമനെ, ഈ ഹോട്ടലിനൊക്കെ എന്തെങ്കിലും തിന്നാലേ പൈസ അല്ലെങ്കിൽ വിറക് കിറിക്കുക, വെള്ളം കോരിക്കലൊക്കെ ഉണ്ട്. ഇത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇത് അതൊന്നും അല്ല, എന്റെ ഹസ്ബൻഡാ. എന്ത് വേണ്ട?
വളകൾ മാലകൾ സോപ്പ് ചീർത്ത് മൂർച്ചയുമില്ല. ഹായ് കറണ്ട് രാധേടത്തി കറണ്ട് വന്നു. ഉത്തരത്തി നോക്കിക്കേ, നമുക്ക് കറണ്ട് വന്നു. നമുക്ക് കറണ്ട് വന്ന് എടുത്തേ, കഴിഞ്ഞ 2 വർഷമായിട്ടില്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? വല്യമ്മ നല്ല ആളാ. ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കിട്ടി ഇല്ലേ? ഞാനല്ല, ശിവൻകുട്ടി സാറാ പണം കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് തന്നെ. ഈ ബാധ്യതകളെല്ലാം കൂടി. പിന്നെ റീവയറിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് ഊരിയത്. 2000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് 4 വട്ടമായിട്ട് അടയ്ക്കണം. 2 ഗഡു ഞാൻ അടച്ചു. പിന്നെ പുതിയ മീറ്റർ, മെയിൻ സ്വിച്ച്, എർത്ത് വയർ, ബൾബ് എല്ലാം കൂടി 1000. മൊത്തം 2000 രൂപ. ദാ പിടിച്ചോ. ആ ഫ്യൂസ് കുത്താമെന്ന ലൈൻമാൻ ഇവിടെ ഒരു കാർഡ് തന്നെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? ഫ്യൂസ് കുത്താൻ വന്ന ആളെ കണ്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പണം അടയ്ക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഫ്യൂസ് കുത്താൻ വരുന്നവരുടെ ഫ്യൂസ് നിങ്ങൾ എടുത്താലോ എന്ന് പേടിച്ചിട്ടാ. ഇപ്പൊ വിഡിത്തം പറ്റിയ ആർക്കാണെന്ന് വല്ല പിടിയും കിട്ടിയ $2000 ബില്ലടച്ചിന്റെ ഒരു ഗമ. അയാളുടെ സൗജന്യം നമുക്ക് വേണ്ട. ഈ ചില്ലറ കാശ് കൊണ്ട് എന്താകാനടി? ഇപ്പൊ ഉള്ളത് കൊടുക്കാം. ഒരു 10-55 രൂപയെങ്കിലും കാണും. എണ്ണി നോക്കട്ടെ. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ. ഇത് 90 രൂപ 75 പൈസയുണ്ട്. ബാക്കി ഗഡുക്കളായിട്ട് തന്നുകൊള്ളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല, ഇലക്ട്രിസിറ്റി ബോർഡാ. എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം. എന്നാ പിടി. എടോ നോക്കിക്കാതെ കാശ് പിടിക്കാൻ. എടോ തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ. അപ്പോട്ടാ എന്താ കുട്ടി? മോളിലുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ കുങ്കുമ വീക്കിൽ എന്ന് വാങ്ങിത്തരുമോ? അത്രേ ഉള്ളോ? വിട്. അതെ, മോളിലുള്ള ആള് കള്ളനാണോ കൊലപാതകയാണോ എന്നറിയാതെ എങ്ങനെയാ വാരിക വയ്ക്കുന്നത്? പിന്നെ മോളിലുള്ള ആള് വാങ്ങിയ വാരിക മോളിലുള്ള ആളിനെ വായിക്കാനുള്ളതാ, അല്ലാതെ വിവരമില്ലാത്ത പൈങ്കിളിക്കാർക്ക് വായിക്കാനുള്ളതല്ല. കേട്ടാ? വാ. വിഷമിക്കണ്ട, വെറുതെ പറഞ്ഞതാ. മോശമായിപ്പോയി, പാവം പിള്ളേര്. പാവോ? ആ രാധ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, കുറച്ച് തലക്കനമുള്ള കൂട്ടത്തില. പറഞ്ഞു കേട്ടില്ലേ? മോളിലുള്ള ആള്.
എല്ലാരും വിളിക്കുന്ന പോലെ സാറെന്നോ ഏട്ടാന്നൊക്കെ വിളിച്ചാലെന്താ? പെൺകുട്ടികളായ കുറച്ച് ബഹുമാനവും വിനയവും ഒക്കെ വേണം. എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാ താനെന്ന അതിന്റെ വിചാരം. സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ